പ്രിയപ്പെട്ടവരെ, കഥാകഥനത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പ്രശസ്ത കഥാകൃത്ത് ഫൈസൽ ബാവയുടെ ഷെഹ്റസാദയുടെ പകലുകൾ എന്ന കഥയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഥാകഥനത്തിൽ നിങ്ങളോടൊപ്പം ഹമീദ് ചങ്ങരംകുളം. ഫൈസൽ ബാവയുടെ ഷെഹ്റസാദയുടെ പകലുകൾ. അടുത്ത ബറ്റാലിയൻ കമാൻഡിനായി കാത്തു നിൽക്കുകയാണ്. ടാങ്കിൻ്റെ ശബ്ദം ടെൻറ്റിനകത്തേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരുന്നു. തുണിജാലകത്തിനപ്പുറം പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ നോക്കിയിരിക്കുകയാണ് നിക്കോളാസ്. മരുഭൂമിയുടെ വിശാലതയ്ക്ക് ആകാശം അതിരുകളായി. അയാൾക്ക് എന്തെല്ലാമോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും തടിച്ച പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മേജർ ലോപ്പസിനെ ശല്യം ചെയ്യാൻ അയാൾക്ക് തോന്നിയില്ല. നിക്കോളാസ് പുറത്തേക്കിറങ്ങി. ടെൻറ്റിൽ ബാക്കിയായ 2 പേർ പട്ടാള വേഷമണിഞ്ഞ് ഇറങ്ങുമ്പോൾ തടിച്ച പുസ്തകം വായിക്കുന്ന ലോപ്പസിനെ നോക്കി. അവരുടെ മുഖത്ത് പരിഹാസ ചുവയുള്ള ചിരി പടർന്നു. അവരും ഇറങ്ങിയതോടെ ടെൻറ്റിനകത്ത് ലോപ്പസ് ഒറ്റയ്ക്കായി. ടെൻറ്റുകൾക്ക് മീതെ അശാന്തമായൊരു മുഴക്കം തങ്ങി നിന്നു. അയാൾ വായന തുടർന്നു. വായനയ്ക്കിടയിൽ അയാളിൽ പുതിയ സംശയങ്ങൾ കിളിർത്തു. വലിയ പാറക്കല്ലുകളിട്ട് സിന്ദബാദിൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം കപ്പലുകളെയും തൂക്കുന്ന ആനറാഞ്ചി പക്ഷികൾ. ഇതൊക്കെ അയാളിൽ കിളിർത്ത സംശയം ചങ്കിൽ നിന്നും പുറത്തേക്ക് ഊരിത്തെറിച്ചതും അവിടെയാകെ നീലപ്പുക പടർന്നു. ലോപ്പസ് അന്താളിച്ചു നിൽക്കെ പുകപടലങ്ങൾക്കിടയിൽ നിന്നും ചോദ്യമുയർന്നു. എന്താ സംശയം? അയാൾ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റു. ഒരു സുന്ദരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അത്ഭുതത്തോടെ നോക്കി. അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. നീലക്കണ്ണുകൾ തിളങ്ങി. അയാൾ തൻ്റെ തന്നെ ശരീരത്തിൽ നുള്ളി നോവിച്ചു നോക്കി. ഹോ! വേദനയോടെ കൈ പിൻവലിച്ചു. അവൾ ചിരിച്ചു. അയാൾ അമ്പരപ്പിൽ നിന്നും കുതറിമാറി ധൈര്യം വീണ്ടെടുത്ത്, ആരാണ് നീ? ഈ ക്യാമ്പിനുള്ളിൽ എങ്ങനെ കടന്നു? അവൾ പൊട്ടിച്ചിരിച്ചു. സുഹൃത്തെ, ഇത് അത്ഭുതങ്ങളുടെ ഭൂമിയാണ്. അത്ഭുതങ്ങൾ മാത്രം പിറക്കുന്ന ഭൂമി. എന്നാലും അയാളിൽ സംശയങ്ങൾ ബാക്കി നിന്നു. സുന്ദരിമാരായ പരിചാരികമാർ വെള്ളിത്താലത്തിൽ കൊണ്ടുവന്ന കറുത്ത വീഞ്ഞ് അയാൾക്ക് നീട്ടി. അയാളത് കുടിക്കുവാൻ മടിച്ചു. കുടിച്ചോളൂ, ഇത് താങ്കൾക്കായി കൊണ്ടുവന്നതാണ്. അയാൾ അല്പം മടിയോടെ നിന്നു. അവൾ ചിരിച്ച് അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സമാധാനിക്കൂ, ഇവിടെ പേടി വേണ്ട. പിന്നെ നിങ്ങളുടെ ശരികളിലൂടെ മാത്രമേ ലോകം സഞ്ചരിക്കൂ എന്ന് കരുതരുത്. താങ്കൾ വീഞ്ഞു കുടിച്ചാലും. സ്പർശനത്തിൻ്റെ സൗഖ്യത്തിൽ അയാൾ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഹോ, എന്തൊരു സൗന്ദര്യം! അയാൾ വീഞ്ഞുപാത്രം ചുണ്ടോടടുപ്പിച്ചു. വരൂ, അവൾ അയാളെ സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചു. അയാൾക്ക് പിന്തുടരാതിരിക്കാനായില്ല. പരിചാരികമാർ നമ്രശിരസ്കരായി നിന്നു. കൊട്ടാരസദൃശമായ സ്വീകരണ മുറിയുടെ കൊത്തുപണികളോട് കൂടിയ തൂണുകൾ അയാൾ അത്ഭുതത്തോടെ തൊട്ടുനോക്കി. കാൽമുട്ടോളം നീണ്ട മുടി മടിയിലേക്ക് ഒതുക്കിയിട്ട് ചുവന്ന പട്ടുവിരിച്ച സിംഹാസനത്തിൽ അവൾ ചാരിയിരുന്നു. ലോപ്പസ് പരിഭ്രമിച്ചുകൊണ്ട് അവൾ ചൂണ്ടിയ പീഠത്തിൽ അമർന്നു. താങ്കൾക്കിനിയും സംശയങ്ങൾ ബാക്കിയല്ലേ? ഇതൊരത്ഭുത ലോകമാണ്. എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. നിങ്ങൾക്കെന്നെ തിരിച്ചറിയാതിരിക്കാനാകില്ല. കഥകൾ പറ്റിയ താങ്കളുടെ മനസ്സു നിറയെ കഥകൾ നിറയ്ക്കുകയാണ് എൻ്റെ നിയോഗം. ഓ, ഷെഹ്റസാദ്, ഷെഹ്റസാദ്! അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആശ്ചര്യത്തോടെ കണ്ണുകൾ വിടർന്നു. താങ്കളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി താങ്കളുടെ സംശയത്തിലേക്ക് വരാം. സിൻബാദ് അല്ലേ? അയാളൊരത്ഭുതമാണ്. ദുരന്തങ്ങളെ അതിജീവിക്കുന്നവനാണ്. ഒരേ സമയം സമ്പന്നനും ദരിദ്രനുമാണയാൾ. മഹാസഞ്ചാരി. അവൾ കഥ തുടർന്നു.
ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ കഥ കേട്ടിരുന്നു. കഥ പറച്ചിലിനിടയിൽ അവൾ ഒരു ഉപാധി വെച്ചു. എൻ്റെ കഥകൾ മുഴുവനായും പറഞ്ഞു തീർന്നാലേ എൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പാടുള്ളൂ. അതുവരെ എന്നെ വിശ്വസിക്കുക, എൻ്റെ കഥകളെയും. വീഞ്ഞിൻ്റെ ലഹരിയിൽ അയാൾ തലകുലുക്കി സമ്മതിച്ചു. കഥ പറയൂ എൻ്റെ സുന്ദരി. കഥ പറച്ചിലിനിടയിൽ എപ്പോഴോ അയാൾ അവളുമായി പ്രണയത്തിലായി. രാത്രികളിൽ സുഗന്ധം പരത്തി അവൾ വന്നു. ഓരോ രാത്രികളും ഓരോ കഥകളാൽ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളുടെ നിശ്വാസം അയാളുടെ നെഞ്ചിലെ രോമകൂപങ്ങൾക്കിടയിൽ കിടന്നു പിടഞ്ഞു. ഊതിൻ്റെ സുഗന്ധമുള്ള അവളുടെ വിയർപ്പ് തുള്ളികൾ അയാളുടെ നെഞ്ചിനെ മഴ നനഞ്ഞ കാടാക്കി. അവളുടെ നീലക്കണ്ണുകളിലേക്ക് നോക്കി അയാൾ ചോദിച്ചു, എൻ്റെ പ്രണയിനി, നിനക്കെങ്ങനെ ഇത്രയധികം കഥകൾ പറയാനാകുന്നു? എൻ്റെ പ്രിയപ്പെട്ടവനെ, അതൊരു നിയോഗമാണ്. അല്ലാഹു പരമകാരുണ്യവാനാകുന്നു. അവൻ എൻ്റെ നാവിൽ കഥകൾ പെയ്തിറക്കുകയാണ്. ഓരോ കഥകളും ഓരോ രാത്രികളെ ജീവിപ്പിക്കുന്നു. വെളിച്ചത്തിൻ്റെ വെള്ളിനൂലുകൾ വീണു തുടങ്ങിയതോടെ അവൾ പറഞ്ഞു, പ്രിയനെ, എനിക്ക് പോകാൻ സമയമായി. നാളത്തെ കഥ ഇതിലും രസകരമാണ്. അവൾ പറന്നുയരുന്നത് അയാൾ നോക്കി നിന്നു. കൈവീശിക്കൊണ്ട് അവൾ പറഞ്ഞു, പ്രിയനെ, നാളെയും ഞാൻ വരും, കാത്തിരിക്കുക. അവൾ വെളിച്ചത്തിൽ അലിഞ്ഞില്ലാതായി. അയാൾ മലർന്നു കിടന്നു. പകലുകൾ അവളുടെ സാമീപ്യത്തിനായി കൊതിച്ചു. അവളില്ലാത്ത ഓരോ പകലും ദശകങ്ങളോളം നീണ്ടു കിടക്കുന്നതായി അയാൾക്ക് തോന്നി. അടുത്ത യാമത്തിൽ, എൻ്റെ നീലസുന്ദരി, നിന്റെ രാത്രികളെപ്പോലെ പകലുകളും എനിക്ക് സമ്മാനിക്കൂ. പ്രിയപ്പെട്ടവനെ, എൻ്റെ രാത്രികൾ മാത്രമാണ് സുന്ദരം. പകലുകൾ. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും കണ്ണുകളിൽ തീ പടരുന്നതും അയാൾ കണ്ടു. അവർക്കിടയിലേക്ക് ഒലിച്ചിറങ്ങിയ നിശബ്ദതയെ അവൾ തന്നെ തുടച്ചു നീക്കി. ഇത്രയും വിസ്മയ കഥകളിൽ നീ ലയിച്ചുവല്ലേ? ഇന്നിനി ഒരു വർത്തമാന കഥയുടെ ചുരുളഴിക്കട്ടെ പ്രിയനെ. അഴിച്ചോളൂ സുന്ദരി. അയാളുടെ അർത്ഥം വെച്ച നോട്ടം അവളുടെ മാറിടത്തിൽ തട്ടിത്തെറിച്ചു. നീ എന്തു മൊഴിഞ്ഞാലും അത് തേനിനേക്കാൾ മധുരമേകുന്നതാണ്. നിന്റെ കഥകൾ അത്രയും രസകരം തന്നെ. നീ കഥകളിൽ വർണ്ണിച്ച ആ സുഗന്ധ നഗരിക്ക് മുകളിലൂടെ ഒന്ന് പറക്കാനായെങ്കിൽ ഒരു രാത്രി നമുക്കൊരുമിച്ച്. നീ പറന്നു കഴിഞ്ഞല്ലോ പ്രിയതമാ. നീ ആദ്യ ബോംബ് വർഷിച്ചത് ആ സുഗന്ധ നഗരിക്ക് മീതെയായിരുന്നില്ലേ? അയാൾ ഒരു ഞെട്ടലോടെ അവളിൽ നിന്നകന്നു. ക്ഷമിക്കണം സുന്ദരി, അത് ഞങ്ങളുടെ തൊഴിലാണ്. അയാൾ അവളെ സമാധാനിപ്പിച്ചു. അവളുടെ വശ്യതയാർന്ന മുഖത്തേക്ക് അയാൾ നോക്കിയിരുന്നു. അവൾ പുഞ്ചിരിച്ചു. മെത്തയിൽ നീട്ടിവെച്ച കണങ്കാലിൽ അയാൾ മെല്ലെ തടവി. കഥ പറയൂ സുന്ദരി. താങ്കൾ വിവാഹിതനാണോ? അപ്രതീക്ഷിതമായി അവളിൽ നിന്നുയർന്ന ചോദ്യത്തിന് മുന്നിൽ ആദ്യമൊന്നയാൾ പരുങ്ങിയെങ്കിലും അവളുടെ പുഞ്ചിരി അയാൾക്ക് ആശ്വാസമേകി. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, 1 തവണയല്ല 5 തവണ. അവൾ ചിരിച്ചു. 4ലും കൂടുതലോ? അയാളും ചിരിയിൽ ലയിച്ചു. എന്നിട്ടും നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ? നിന്നെ പ്രണയിക്കാതിരിക്കാനാവില്ല സുന്ദരി. നിന്റെ നീല കണ്ണുകൾ, ചുവന്നു തുടുത്ത ചുണ്ടുകൾ, വിസ്മയ കഥകൾ, നിന്നെ ഞാൻ എങ്ങനെ പ്രണയിക്കാതിരിക്കും? അയാൾ ആലിംഗനത്തിനായി അവളിലേക്കടുത്തു. കഥ കേൾക്കൂ കള്ളക്കുറുക്ക, കഥ കേൾക്കൂ. അവൾ അയാളെ മെല്ലെ തള്ളിമാറ്റി. അയാൾ അല്പം പിന്നിലേക്ക് വലിഞ്ഞു. ക്ഷമിക്കണം സുന്ദരി, ഞാൻ. നിമിഷങ്ങൾക്കിടയിൽ കത്തുന്ന മൗനത്തിൽ കലമ്പി. ഞാൻ കഥ തുടങ്ങാം പ്രിയമുള്ളവനെ. അയാൾ ആശ്വാസത്തോടെ അവളിലേക്ക് ചാഞ്ഞു. ഒരു വേശ്യയുടെ കഥ. കാമം തിളക്കമുള്ള കണ്ണുകളിലൂടെയാണ് സഞ്ചരിക്കുക. കണ്ണുകളിലത് നിറഞ്ഞു കവിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ പ്രവേശിക്കാൻ വെമ്പും. ആ കണ്ണുകളുമായി അവൾ നടന്നു.
തകർന്നു തരിപ്പണമായ തെരുവോരങ്ങളിലൂടെ, വെടിമരുന്ന് മണക്കുന്ന ഇടവഴികളിലൂടെ, ടാങ്കുകൾ പായുന്ന പാതകളിലൂടെ. പട്ടാളക്കാർ അവളെ നോക്കി കൈവീശി കാണിക്കുമ്പോൾ അവർക്കു നേരെ തൻ്റെ മാതക കണ്ണുകളെറിഞ്ഞ് കുണുങ്ങി നടക്കും. ഇവളെ നമുക്ക് മോണിക്ക എന്ന് വിളിക്കാം. ഒരു സൗകര്യത്തിന് റോസ് എന്ന് ചുരുക്കി വിളിക്കാം. വലിയൊരു ദൗത്യത്തിൻ്റെ ഭാരങ്ങളൊന്നും അവളുടെ കണ്ണുകളിൽ തടയുന്നേയില്ല. സദാ പുഞ്ചിരി തൂകിയ അവളെ ഒട്ടുമിക്ക കണ്ണുകളും ഉഴിഞ്ഞെടുക്കും. റോസ് തെരുവോരങ്ങളിലൂടെ കുണുങ്ങി നടക്കുമ്പോൾ ബാണ്ഡവും കുട്ടികളും ആടും കോഴികളും ഉന്തുവണ്ടിയും കരയുന്ന കണ്ണുകളോടുകൂടിയ സ്ത്രീകളുമടങ്ങുന്ന പാലായനക്കൂട്ടങ്ങൾ രോഷത്തോടെ അവളെ നോക്കും. അവരുടെ ക്ഷീണിച്ച കണ്ണുകൾ തിളങ്ങും. അടുത്ത വെടിയച്ച കേൾക്കുന്നതോടെ പ്രാണരക്ഷാർത്ഥം അവർ ഓടിയകലും. റോസിൻ്റെ ഉള്ള് ഒന്ന് മന്ദഹസിക്കും. തൻ്റെ ഓരോ അജണ്ടയും നടപ്പിലാക്കുന്നുവല്ലോ എന്നോർത്ത് അവളെ സദാ നിരീക്ഷിക്കുന്നവരും സമാധാനിക്കും. റോസ് ഇടങ്ങിയ വഴിയിലേക്ക് കടന്നു. തകർന്ന കെട്ടിടങ്ങൾക്ക് മീതെ പുക നിറഞ്ഞ ആകാശം. പെട്ടെന്ന് മുഖം മറച്ച 2 പേർ അവൾക്ക് മുന്നിലേക്ക് ചാടി വീണു. അവളുടെ നേരെ തോക്ക് ചൂണ്ടി. മുഖത്ത് മറച്ച കറുത്ത തുണികൾക്കിടയിൽ തിളങ്ങുന്ന കണ്ണുകൾ. അവൾ അവരുടെ തീഷ്ണത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. കത്തിയാളുന്ന കണ്ണുകളിൽ മഴ പെയ്തിറങ്ങി. അവളുടെ വശ്യതയാർന്ന കണ്ണുകൾ അവർക്ക് നേരെ പതഞ്ഞൊഴുകി. അവൾ ഇറുകിയ ജീൻസിൻ്റെ നെരിയാണിയോളം നീണ്ട സിബ് മെല്ലെ താഴ്ത്തി. അവൾക്ക് നേരെ ചൂണ്ടിയ തോക്കുകൾ താഴ്ന്നു. അവളുടെ ഉൾക്കാഴ്ചയിൽ അവരുടെ കണ്ണുകൾ തിളങ്ങി. അവളെയും കൊണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ അവർ പാതി തകർന്ന കെട്ടിടത്തിലേക്ക് കടന്നു. കുണുങ്ങിച്ചിരിച്ചുകൊണ്ട് അവർക്കു പിന്നാലെ ഇരുട്ട് പടർന്ന മുറിയിലേക്ക് റോസും. ഷെഹ്റസാദ് കഥ പറച്ചിൽ നിർത്തി ലോപ്പസിൻ്റെ മുഖത്തേക്ക് നോക്കി. പറയൂ സുന്ദരി, പിന്നെ എന്തുണ്ടായി? ലോപ്പസ് അവളെ ആർത്തിയോടെ നോക്കി. അവളുടെ കണ്ണുകൾ പതിവിലധികം തിളങ്ങുന്നു. തുടർന്ന് പറയൂ, അയാൾക്ക് ആവേശമായി. ഇനി എന്തുണ്ടാകുമെന്ന് നിനക്ക് പറയാമോ? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്രതീക്ഷിതമായി പറന്നുവീണ ചോദ്യത്തിനു മുന്നിൽ അയാൾ നിശബ്ദനായി. പിന്നെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ആവേശത്തിൽ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, അവർ ഉഗ്രമായി ഭോഗിക്കും, ആർത്തിയോടെ മാറി മാറി. ഛീ! അവൾ അയാളെ സർവശക്തിയുമെടുത്ത് തള്ളിമാറ്റി. അവളുടെ കണ്ണുകൾ കത്തിജ്വലിച്ചു. നീ വെറും ഛേ! അവൾ കാർക്കിച്ചു തുപ്പി. അയാൾ ഞെട്ടലോടെ മുഖം തിരിച്ചു. നിങ്ങൾക്കിപ്പോഴും ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ഈ മണ്ണിനെ അറിയില്ല. ഞാനും ഒരു പോരാളിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഞങ്ങളുടെ പോരാട്ടവീര്യം ഉരുക്കിക്കളയും. പോരാട്ടവീര്യം എന്താണെന്ന് നീ കണ്ടോ? അയാൾ അന്താളിച്ചു നിന്നു. അവളുടെ മുഖം ചുവന്നു, കണ്ണുകൾ കത്തി. അവൾ തൻ്റെ മേൽക്കുപ്പായം മാറ്റി. അവളുടെ വെളുത്ത ശരീരം നേർത്ത തുണിക്കിടയിലൂടെ ജ്വലിക്കുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കി. അവളുടെ അരയിൽ വീതിയേറിയ കറുത്ത ബെൽറ്റ്. ഓ മൈ ഗോഡ്! തോക്കെടുക്കാനായി അയാൾ കുതിക്കുമ്പോഴേക്കും അവിടെയാകെ വെടിമരുന്നിൻ്റെ ഗന്ധം പരന്നു. ഫൈസൽ ബാവയുടെ ഷെഹ്റസാദയുടെ പകലുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ തലക്കെട്ട്